ഞാൻ അഖിൽ റേനി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൂളോംസ് ലോ ആണ്. ഓക്കെ, കൂളോംസ് ലോ അല്ലെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ്. ഇതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂളോംസ് ലോ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് കൂളോംസ് ലോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ്, രണ്ട് ചാർജസ് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഫോഴ്സ് ഉണ്ടാവും. ഈ ഫോഴ്സിനെ പറ്റിയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? കൂളോംസ് ലോയിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചൊരു കേസുണ്ട്. അതായത് ലൈക്ക് ചാർജസ് ആണെങ്കിൽ പോസിറ്റീവും വെച്ച് കഴിഞ്ഞാൽ എന്താവും? പോസിറ്റീവും വെച്ച് കഴിഞ്ഞാൽ റിപ്പൽഷൻ ഉണ്ടാവും. ഓക്കെ, നെഗറ്റീവും വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അന്നേരവും റിപ്പൽഷൻ ഉണ്ടാവും. ഇത് നമ്മൾ പറഞ്ഞു ലൈക്ക് ചാർജസ് ആണെങ്കിൽ എന്താവും എന്നർത്ഥം? ലൈക്ക് ചാർജസ് ആണെങ്കിൽ അതെന്താവും? റിപ്പൽ ചെയ്യും. ഓക്കെ, പക്ഷേ അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ ഒരു പ്ലസും ഒരു മൈനസും ആണെങ്കിൽ എന്തായിരിക്കും? ഇത് തമ്മിൽ അട്രാക്ട് ചെയ്യും. ഓക്കെ, റിപ്പൽഷൻ ആണെങ്കിലും അട്രാക്ഷൻ ആണെങ്കിലും അതെന്താണ്? അതൊരു ഫോഴ്സ് ആണ്. ഈ ഫോഴ്സ് ആണ്. ഓക്കെ, ചാർജുകൾ തമ്മിലുള്ള ഈ ഫോഴ്സിനാണ് എന്ത് ഫോഴ്സ് എന്ന് പറയാം? കൂളോംസ് ഫോഴ്സ് എന്ന് പറയാം. കൂളോം ഫോഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയും. ഇതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നത്. ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണ് കൂളോം ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൂളോം ഫോഴ്സ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ കൂളോം ഫോഴ്സ് ഇതിന് നമ്മൾ പറയും ഇറ്റ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ്. എന്തുകൊണ്ടാണ് ഇതിനെ പോയിന്റ് ചാർജസിന്റെ കേസ് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ്. പോയിന്റ് ചാർജസ് മീനിങ് നമ്മളൊരു പോയിന്റ് ഒബ്ജക്റ്റ് എന്നൊക്കെ പറയുന്നത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ രണ്ട് ചാർജ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ഇതുപോലെ ഒരു ചാർജ് ഇവിടെ വെക്കുന്നു, ഒരു ചാർജ് ഇവിടെ വെക്കുന്നു. ഇപ്പോൾ രണ്ട് ചാർജ് വെച്ചു. ഈ രണ്ട് ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതിൻ്റെ സൈസിനേക്കാളും വളരെ കൂടുതലാണെങ്കിൽ ആ ടൈപ്പ് ചാർജസിനാണ് എന്ത് പറയുക? പോയിന്റ് ചാർജ് എന്ന് പറയാം. അല്ലാതെ ഒരു പോയിന്റിൽ വെക്കുന്ന ചാർജ് എന്നുള്ള മീനിങ് അല്ല അതിനർത്ഥം. ഓക്കെ, പോയിന്റ് ചാർജിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യാം. അതായത് ഇവിടെ വെച്ചിരിക്കുന്ന ചാർജും ഓക്കെ, രണ്ട് ചാർജ് വെച്ചിട്ടുണ്ട്, തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം? ഈ ചാർജിനേക്കാളും വളരെ കൂടുതലായിരിക്കണം. ഓക്കെ, ഇവിടെ വെച്ചിരിക്കുന്ന ചാർജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ചാർജിൻ്റെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണെങ്കിൽ ആ കേസിൽ നമ്മൾ എന്ത് പറയാം? ഇതിനെ പോയിന്റ് ചാർജസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൂളോംസ് ലോയിൽ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് രണ്ട് പോയിന്റ് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ ആണ്. നോക്കാം. സോ നമ്മൾ ആദ്യം ഫ്രീ സ്പേസിൽ, ഓക്കെ, ഫ്രീ സ്പേസിൽ നമ്മൾ എടുക്കുന്ന ആദ്യത്തെ കേസ് എവിടെയാണ്? ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസിൽ അല്ലെങ്കിൽ വാക്വത്തിൽ നമ്മൾ രണ്ട് ചാർജിനെ പ്ലേസ് ചെയ്യുന്നു എന്ന് കരുതാം. രണ്ട് ചാർജ്, ഒരു ചാർജിനെ നമുക്ക് Q1 എന്ന് പറയാം. ഒന്നാമത്തെ ചാർജ് Q1 ആണ്. ഓക്കെ, രണ്ടാമതൊരു ചാർജ് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചാർജിന് എന്തായിട്ടും പറയാം? Q2 എന്ന് പറയാം. അപ്പോൾ നമ്മൾ രണ്ട് ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ചാർജാണ് Q1, രണ്ടാമത്തെ ചാർജാണ് Q2. ഇത് രണ്ടിൻ്റെയും സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. രണ്ട് ചാർജസിൻ്റെയും സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം? R ഡിസ്റ്റൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. നോക്കാം, ഇപ്പോൾ രണ്ട് ചാർജസ് ഉണ്ട്. സോ രണ്ട് ചാർജസിൽ ഓക്കെ, Q1 Q2 എന്ന രണ്ട് ചാർജസ്, Q1 Q2 തമ്മിലുള്ള സെൻറ്റർ മുതൽ, ഈ ചാർജിൻ്റെ സെൻറ്റർ മുതൽ ഈ ചാർജിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ചാർജ് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒന്നുകിൽ അട്രാക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തുണ്ടാവും? റിപ്പൽഷൻ ഉണ്ടാവും. ഓക്കെ, അത് ചാർജ് ഏത് ടൈപ്പാണെന്നനുസരിച്ച്. ഒരേ ടൈപ്പ് ചാർജസ് ആണെങ്കിൽ റിപ്പൽഷൻ ഉണ്ടാവും, സെയിം ടൈപ്പ് ഓപ്പോസിറ്റ് ടൈപ്പ് ചാർജസ് ആണെങ്കിൽ അട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, നമുക്കതൊന്നും പറയണ്ട, ജസ്റ്റ് നമ്മൾ രണ്ട് ചാർജസ് ആയിട്ട് പറയുന്നു. ഏതൊക്കെ ചാർജസ്? Q1 Q2 രണ്ട് ചാർജസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ രണ്ട് ചാർജിൻ്റെയും സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, ഇതെവിടെ വെച്ചിരിക്കുന്നത്? ഇതിപ്പോൾ വെച്ചിരിക്കുന്നത് ഫ്രീ സ്പേസിലാണ്. ഓക്കെ, അപ്പോൾ ഇതെന്തുണ്ടാവും? ഈ രണ്ട് ചാർജ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായി? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ ഉണ്ടാവും. ഇതാണ് കൂളോംസ് ലോയിൽ പറയുന്നത്. അപ്പോൾ കൂളോം എന്നുള്ള സയൻറ്റിസ്റ്റ് പറഞ്ഞതനുസരിച്ച് എന്താണ് കൂളോംസ് ലോയിൽ? രണ്ട് കണ്ടീഷനേ ഉള്ളൂ. രണ്ട് ചാർജസ് ഇതുപോലെ നമ്മൾ വെക്കുന്നു, Q1 Q2 രണ്ട് ചാർജസ്. ഇത് R ഡിസ്റ്റൻസിൽ നമ്മൾ എവിടെ കീപ്പ് ചെയ്യുന്നു? ഫ്രീ സ്പേസിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഫോഴ്സ് ഉണ്ടാവും. ഈ ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് F എന്ന് പറയാം. ഓക്കെ, ഈ ഫോഴ്സ് F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? Q1 ഇൻറ്റു Q2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇടിയോ? ഫോഴ്സ്, ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലേ, കൊളംബ് പറഞ്ഞതനുസരിച്ച് ഈ രണ്ട് ചാർജസ് ഇതുപോലെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഉണ്ടാവും. ഈ ഫോഴ്സിൻ്റെ പ്രത്യേകം എന്താണ്? ഈ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? Q1 Q2 ആണ്. Q1 ഇൻറ്റു Q2. ഓക്കെ, അതായത് ചാർജസിൻ്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. രണ്ടാമത്തത്, ഈ ഫോഴ്സിൻ്റെ പ്രത്യേകത ദിസ് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. മനസ്സിലായോ? അപ്പോൾ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഈ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഫോഴ്സിൻ്റെ വാല്യൂ കുറയുന്നർത്ഥം. ഓക്കെ, ദൂരം പോകുന്നതിനനുസരിച്ച് ഈ വാല്യൂ കുറയും. പക്ഷേ കുറയുന്നത് എങ്ങനെയാണ്? ദൂരത്തിനനുസരിച്ചല്ല, സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസിനനുസരിച്ചാണ്. അപ്പോൾ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസിനനുസരിച്ച് ഫോഴ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അർത്ഥം. മനസ്സിലായില്ലേ? ഇതാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നമുക്ക് അതിന് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എത്ര ഫോഴ്സ് കുറയും, എത്ര ഫോഴ്സ് കൂടും, ആ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പം ജസ്റ്റ് തിയറി മാത്രം മനസ്സിലാക്കാം. കൂളോംസ് ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് ആണ്.
ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജസിനെ നമ്മൾ R ഡിസ്റ്റൻസ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. എവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്? ആദ്യം നമ്മൾ ഫ്രീ സ്പേസ് കീപ്പ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ചാർജും തമ്മിൽ എന്തുണ്ടാവും? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ഉണ്ടാവും. ഒന്നുകിൽ അട്രാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? റിപ്പൽഷൻ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിൻ്റെ വാല്യൂവിന് എന്ത് ഈക്വലാണ്? ആ ഫോഴ്സിൻ്റെ വാല്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 ആയിരിക്കും. ഓക്കെ, Q1 into Q2 ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R സ്ക്വയർ. R സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ടിനെയും കൂടെ നമുക്ക് ഒരുമിച്ച് കമ്പൈൻ ചെയ്യാം. ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ എന്തായിട്ട് എഴുതാം? R സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെയോ ഈക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നു. അതായത് F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ R സ്ക്വയർ. എങ്ങനെ എഴുതിയത്? F ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2, F ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ബൈ R സ്ക്വയർ. അപ്പം F ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തായിട്ട് എഴുതാം? Q1 Q2 ബൈ R സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് നമ്മളെ ഇക്വേഷൻ ഫോം. ഇവിടെ പ്രൊപ്പോർഷണൽ സൈൻ ഉണ്ടല്ലോ. പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി നമുക്കൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ കോൺസ്റ്റന്റ് ആണ് K എന്ന് പറയുന്നത്. ഓക്കെ, K ഇൻറ്റു Q1 Q2 ബൈ എന്ത് വരും? R സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ കൂളോംസ് ലോയുടെ ഇക്വേഷൻ എന്ന് പറയാം. നോക്കിയാട്ടെ, കൂളോംസ് ലോ ഫ്രീ സ്പേസിലാണ് നമ്മൾ രണ്ട് ചാർജസിനെ പ്ലേസ് ചെയ്യുന്നു. Q1 Q2 രണ്ട് ചാർജസ് ഉണ്ട്. ഈ ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. സോ ദർ വിൽ ബി എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ. ഓക്കെ, അത് അട്രാക്ഷൻ ആവാം, റിപ്പൽഷൻ ആവാം. സോ ദാറ്റ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ് Q1 into Q2. ഓക്കെ, ദ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 into Q2. അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. F ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R സ്ക്വയർ. അത് R സ്ക്വയറിന് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തു. F ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ R സ്ക്വയർ. സോ F ഈസ് ഈക്വൽ ടു, പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഒരു കോൺസ്റ്റന്റ് യൂസ് ചെയ്യുന്നു. സോ F ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ എന്ന് വരും. ഇതാണ് കൂളോംസ് ലോ. സോ കൂളോംസ് ലോ അനുസരിച്ച് ആണ് കൂളോംസ് ലോയുടെ ഡെഫിനിഷൻ. ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 point charges. ഓക്കെ, the electrostatic force between 2 point charges is, ഒന്നാമത്തെ condition, is directly proportional. Okay, directly proportional to the product of the charges. Directly proportional to the എന്താണ്? Product of the charges. അപ്പോൾ ഇത് ചാർജസിൻ്റെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ കേസിൽ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഇനിയോ ഇതാണ് ഏത് ലോ? കൂളോംസ് ലോ എന്ന് പറയാം. കൂളോംസ് ലോയിൽ രണ്ട് കണ്ടീഷൻ മാത്രമേ ഓർമ്മിക്കാനുള്ളൂ അല്ലേ? അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഇപ്പോൾ രണ്ട് ചാർജസ് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് ചാർജ് തമ്മിൽ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഉണ്ടാവും, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, അത് അട്രാക്ഷൻ ആവാം, എന്താവാം? റിപ്പൽഷൻ ആവാം. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദി ചാർജസ്. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം ഇക്വേഷൻ ഫോമിൽ എഴുതിയത്. F, ആ ഫോഴ്സ് എന്താണ്? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദി ചാർജസ് Q1 into Q2. ഓക്കെ, and inversely proportional to the square of the distance between the charges. Inversely proportional to എന്താണ്? F is inversely proportional to square of the distance between the charges. ഓക്കെ, ഇതാണ് ഏത് ലോ? കൂളോംസ് ലോ എന്ന് പറയാം. ഇതാണ് കൂളോംസ് ലോയുടെ ഡെഫിനിഷൻ. ഇത് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ ആണ്. The electrostatic force between 2 point charges is directly proportional to the product of the charges and inversely proportional to the square of the distance between the charges. ഓക്കെ, അപ്പോൾ F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2. അതിൻ്റെ മീനിങ് എന്താണ്? ചാർജിൻ്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ചാർജ് കൂടുതലാണെങ്കിൽ ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിട്ട് കുറയും? സ്ക്വയർ ആയിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. സ്ക്വയർ ടൈംസിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്നർത്ഥം. ഓക്കെ, സോ ഡിസ്റ്റൻസ് 2 കൂടി കഴിഞ്ഞാൽ, ഇപ്പം 2 മീറ്റർ ഡിസ്റ്റൻസ് ആണ് കൂടുന്നത്, തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുന്നത് 2 ആണെങ്കിൽ 4 എത്രയായിട്ട് മാറി? 4 ടൈംസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, 2 സ്ക്വയർ അല്ലേ വരുന്നത്. ഇനി 3 ടൈംസ് ആണ് ഡിസ്റ്റൻസ് വരുന്നെങ്കിലോ, തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 ആണെങ്കിൽ അവിടെ വരുന്നത് 3 ആയിരിക്കും, 9 ടൈംസ് ഡിക്രീസ് ചെയ്യും. ഇനി അത് 4 ആയി കഴിഞ്ഞാൽ 16 ടൈംസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതാണ് R സ്ക്വയറിൻ്റെ മീനിങ്. അപ്പോൾ ഇത് സ്ക്വയർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫോഴ്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാം. സോ കൂളോംസ് ലോ അനുസരിച്ച് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ഇതാണ്. കൂളോംസ് ലോ, ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2. ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 ബൈ R സ്ക്വയർ. ഓക്കെ, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തു. F ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ R സ്ക്വയർ. ഓക്കെ, സോ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്തു. അതാണ് F ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ. ഇതാണ് നമ്മളോട് യൂസ് ചെയ്ത കോൺസ്റ്റൻറ്റ്. ഈ കോൺസ്റ്റൻറ്റിനെ ഇലക്ട്രോസ്റ്റാറ്റിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. ഈ കോൺസ്റ്റൻ്റ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് കോൺസ്റ്റൻറ്റ്. ഇലക്ട്രോസ്റ്റാറ്റിക്
കോൺസ്റ്റൻറ്റ് ഓർ ഇതിനെ വേറൊരു പറഞ്ഞു പറയാം, ഇതിനെ കൂളോംബ് കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. കൂളോംബിക് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ കെ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ കൂളോംബിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എങ്ങനെ വരും നോക്കിയാട്ടെ. സോ കെ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഫ്രീ സ്പേസിലാണെങ്കിൽ, ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ കേസ് എവിടെയാണ്, ഫ്രീ സ്പേസിലാണ് വെച്ചിരിക്കുന്നത്. സോ ഫ്രീ സ്പേസിലാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ, ഏതിൻ്റെ വാല്യൂ, കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 എന്ന് പറയും. ഓക്കെ, കെയുടെ വാല്യൂ 1/4πε0. ഇത് ε0 ആണ്, ഇതാണ് ε0. ഇങ്ങനെ എഴുതാം, ഇതിനെ ഇങ്ങനെ വായിക്കാം അല്ലേ, ε0. ഇത് ആണ്. 0 കൊടുത്തിരിക്കുന്നത് എന്താണ്, 0 കൊടുത്തിരിക്കാനുള്ള കാരണം ഇവിടെ എന്താണ്, ഫ്രീ സ്പേസ് ആണ്. സോ ഫ്രീ സ്പേസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു, ε0 എന്ന് കൊടുത്തു. മീഡിയത്തിലാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, εm എന്ന് മാർക്ക് ചെയ്യും. ഇത് ജസ്റ്റ് 0ൻ്റെ മീനിങ് അത് ഫ്രീ സ്പേസിലെ വാല്യൂ ആണ്. ഓക്കെ, സോ ε0 ഇതാണ്, ആ ടേമിൻ്റെ പേരാണ് ε0. ഇതിനെന്ത് പറയും, ε0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ε0 എന്ന് പറയുന്നത് എന്താണ്, ഇത് പെർമിറ്റിവിറ്റി ആണ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയും. ഓക്കെ, ഇത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. പെർമിറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചാർജസ് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ അതിനിടയിലുള്ള മീഡിയം എങ്ങനെയാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുക, ആ കോൺസ്റ്റൻ്റ് ആണ് ഏത് പറയാം, ε0 എന്ന് പറയുന്നത്. എങ്ങനെയാണ് മീഡിയത്തിൻ്റെ എഫക്റ്റ് വരുന്നത്, അപ്പോൾ മീഡിയത്തിനും എഫക്റ്റ് ഉണ്ട്. ഓക്കെ, സോ എങ്ങനെയാണ് ഒരു മീഡിയം ഈ ചാർജസിൻ്റെ ഫോഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ε0 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ε0 എന്ന് പറയുന്നതിൻ്റെ പേര് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയും. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓക്കെ, അപ്പോൾ ε0യുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്, ε0 ഈക്വൽ ടു 8.854 into 10⁻⁻12 Coulomb square Newton⁻⁻1 meter⁻⁻2. ഇതാണ് ε0യുടെ വാല്യൂ. ഓക്കെ, സോ ε0 എന്ന വാല്യൂ ഇതാണ്. ε0 ഇത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്, അതിൻ്റെ വാല്യൂ ആണ് ε0 ഈക്വൽ ടു 8.854 into 10⁻⁻12 Coulomb square Newton⁻⁻1 meter⁻⁻2. ഓക്കെ, ഇതാണ് ε0യുടെ വാല്യൂ. ഇനി നമുക്ക് ഇതിൻ്റെ മൊത്തം വാല്യൂ, അതായത് ഏതിൻ്റെ വാല്യൂ, 1/4πε0 എന്ന് പറയുന്ന മൊത്തം കോൺസ്റ്റൻറ്റ്, ഇതിലേക്ക് എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് 1/4πε0 എന്ന് പറയുന്ന ഈ മുഴുവൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എത്രയാണ്, ഈ വാല്യൂ 9 × 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ Coulomb⁻⁻2 ആണ്. ഓക്കെ, ഇതാണ് ഏതിൻ്റെ വാല്യൂ, 1/4πε0യുടെ മൊത്തം വാല്യൂ. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാല്യൂ 9 × 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം സ്ക്വയർ. ഈ വാല്യൂ ആണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാം. ഓക്കെ, ഈ വാല്യൂ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. 9 × 10⁻⁹. ഇതാണ് ഏത് വാല്യൂ, ഇതാണ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് കോൺസ്റ്റൻറ്റ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആണ് എത്ര, 9 × 10⁻⁹. ഓക്കെ, ഇതാണ് കൂളോംസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കൂളോംസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ, അതിൻ്റെ വെക്ടർ ഫോം പഠിക്കാം, എങ്ങനെയാണ് നമുക്ക് ഡയറക്ഷൻസ് കൊടുക്കുന്നത്, എങ്ങനെ ഇതിനെ വെക്ടർ ഫോമിൽ എഴുതാം, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോസിൽ പഠിക്കാം.